അസ്സലാമു ഹായ് ട്രാൻസ്പോർട്ട് ടീം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇതാണ് അബുദാബി കസ്റ്റംസിൻ്റെ ഹോം പേജ് വെബ്സൈറ്റ്. സാധാരണ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അബുദാബി കസ്റ്റംസ് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ അഡ്രസ്സിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ അബുദാബി കസ്റ്റംസിൻ്റെ ഡയറക്റ്റ് നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ ബയാൻ അടിക്കുന്ന മറ്റു ഡീറ്റെയിൽസിനൊക്കെയുള്ള ഡയറക്റ്റ് ലിങ്കാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. അബുദാബി കസ്റ്റംസിൽ ചെന്നിട്ട് അവിടെയും നിങ്ങൾക്ക് ഈ ലിങ്കിൽ എത്താൻ പറ്റും. ഇനി ആ അഡ്രസ്സ് ഉപയോഗിച്ച് സെക്കൻഡ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഫസ്റ്റ് കഴിഞ്ഞ ക്ലിപ്പിൽ ഞാൻ കാണിച്ച പോലെ കമ്പനിയുടെ യൂസറിനും പാസ്വേഡും അതിൻ്റെ ശേഷം ഇൻഡിവിജ്വലായിട്ട് മുഖല്ലസിൻ്റെ യൂസറിനും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ളത് ശരിക്കും അബുദാബി കസ്റ്റംസിൻ്റെ കീഴിലാണ് നമ്മൾ സില കസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, സില ഇൻ്റർ മാർക്കസ്. എന്നാൽ സില മാത്രമല്ല വേറെയും കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻറ്റേഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഒരുപാട് സെൻറ്റർ കോഡ് ഇവിടെ കാണാം. സെൻറ്റർ ഡിസ്ക്രിപ്ഷൻ അറബിൽ കാണാം. ഫോർ എക്സാമ്പിൾ ഖത്തം ഷക്ലയിൽ ഒരു ബോർഡർ ഉണ്ട്, തിഹാദ് ക്രൂവിലുണ്ട്, അലൈൻ ഓഫീസിലുണ്ട്, മീന സായദിലുണ്ട്, സോ ആൻഡ് സോ. ഇവിടെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, എത്ര തരം ബയാനുകൾ, എത്ര തരം ബയാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റോ എന്ന് പറയും, രണ്ടും ഒരേ അർത്ഥമാണുള്ളത്. എത്ര തരം ബയാൻ സില കസ്റ്റംസിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ബയാൻ അറിയാനായിട്ട് ഞാൻ ട്രാൻസാക്ഷനിൽ പോയിട്ട് ട്രാൻസാക്ഷൻസ് എടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ബട്ടണായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈപ്പ് അന്നൗ അറബിയിൽ ടൈപ്പ് എന്നൊരു സിംഗിൾ ലെറ്റർ കാണാം. ടൈപ്പ് ആർ കാണാം, ഇ കാണാം, ഐ കാണാം. ഓക്കെ, ഇനി ഞാൻ വിശദമായി പറഞ്ഞുതരാം. ആർ സ്റ്റാൻഡ്സ് ഫോർ റീ എക്സ്പോർട്ട്, ഇ സ്റ്റാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഇമ്പോർട്ട്. ആസ് യു സീ ഓൺ ദ സ്ക്രീൻ, ഐ ഫോർ ഇമ്പോർട്ട് അതിന് അറബിയിൽ ഇസ്തിറാദ് എന്ന് പറയും. ഇ ഫോർ എക്സ്പോർട്ട് തസ്ദീർ എന്ന് പറയും. ആർ ഫോർ റീ എക്സ്പോർട്ട് യാദ തസ്ദീർ എന്ന് പറയും. അതിൽ ഇമ്പോർട്ട് നിങ്ങൾക്ക് സംശയമില്ല ഉണ്ടാവില്ല. ഒരു പ്രോഡക്റ്റ് ഇൻസൈഡ് ദ കൺട്രിയിലേക്ക് വരുമ്പോഴാണ് ഇമ്പോർട്ട്. അതായത് സാധാരണഗതിയിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മളെ ദുഹൂൽ അടിക്കുന്ന ബയാനുകൾ മിക്കതും ഇമ്പോർട്ട് കാറ്റഗറിയിൽ പെട്ടതായിരിക്കും. അതുപോലെ എക്സ്പോർട്ട് മീൻസ് യു എയിലുള്ള ഒരു പ്രോഡക്റ്റ്, യു എ ഒറിജിനുള്ള യു എയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഔട്ട്സൈഡ് കൺട്രിയിലേക്ക് പോകുമ്പോഴാണ് എക്സ്പോർട്ട് എന്നുള്ള കേസ് ഉദിക്കുന്നത്. റീ എക്സ്പോർട്ട് ആവട്ടെ യു എ ഒറിജിനുള്ളതല്ല, മറിച്ച് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നും ഒരു എക്സാമ്പിളായിട്ട് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന സാധനങ്ങൾ, വന്ന പ്രോഡക്ട്സ് വീണ്ടും ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ്, ആ ഗുവൈഫാത്തിലൂടെ പുറത്തേക്ക് പോകുന്ന സമയത്താണ് റീ എക്സ്പോർട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തതും മൂന്നാമത്തതും സാധാരണ ഖുറൂജിൽ ഉണ്ടാക്കുന്ന ബയാൻസാണ്. ഇനി നമ്മൾ സ്ക്രീനിലേക്ക് ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ആറ് ഈ കാണുന്ന ബയാനെല്ലാം, ആറ് കാണുന്നതെല്ലാം ഖുറൂജിൽ തന്നെ. എക്സ്പോർട്ട്, ദിസ് ഈസ് ഫോർ എക്സ്പോർട്ട്, ദിസ് ഈസ് ഫോർ റീ എക്സ്പോർട്ട്. ഇവിടെ ഐ ഉണ്ടെങ്കിൽ ഈ ബയാന് ദുഹൂൽ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഇത് ക്ലിയർ ചെയ്തു. ഈ ടൈപ്പ് എന്നുള്ളിടത്ത് ഞാൻ ഐ എന്ന് ടൈപ്പ് ചെയ്തു, ഇമ്പോർട്ട്. എന്നിട്ട് റൺ എക്സിക്യൂട്ട് കൊറിയ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഇമ്പോർട്ട് ബയാൻസ് ഓൺലി കാണാം. ഈ ബയാൻസ് എല്ലാം യൂഷ്വലി നിങ്ങൾക്ക് അറിയുന്ന പോലെ എൻട്രിയിൽ ഉണ്ടാക്കിയ ബയാൻസ് ആണ്. ഇനി ക്ലിയർ ചെയ്യുന്നു, ഇവിടെ അടിക്കുന്നു, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് റീ എക്സ്പോർട്ട് ബയാൻസ് ആണ്. എന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റീ എക്സ്പോർട്ട് ബയാൻസ് ആണ്. ഇനി നിങ്ങൾക്ക് എക്സ്പോർട്ട് ബയാൻസ് മാത്രം കിട്ടണമെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇവിടെ സ്റ്റാൻഡ് ഫോർ ഇ റൺ ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്പോർട്ട് കാറ്റഗറിയുള്ള ബയാനാണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ട് കാറ്റഗറി ബയാനാണ് ട്രാൻസിറ്റ്. ട്രാൻസിറ്റ് മീൻസ് യു എയിലുള്ള പ്രോഡക്റ്റ് അല്ല, യു എയിലേക്ക് കൊണ്ടുവന്ന പ്രോഡക്റ്റ് ഇവിടുത്തെ ചാമ്പറിലെ അറ്റസ്റ്റേഷൻ വഴി പുറത്തേക്ക് പോകുന്നതല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിൽ നിന്ന് വേറൊരു രാഷ്ട്രത്തിലേക്കുള്ള ഒരു ഡെലിവറി യു എയിലൂടെ പാസ് ചെയ്ത് പോകുന്നു. യു എ ഒരു വേ ആയിട്ടെടുത്ത് യു എയിലൂടെ പാസ് ചെയ്ത് പോകുന്നെന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, ബഹ്റൈനിൽ നിന്നും യു എസ് എയിലേക്കൊരു ഷിപ്മെൻ്റ് ഉണ്ട്. അവർ ഒമാൻ മസ്കത്ത് സലാല പോർട്ട് വഴിയാണ് പോകുന്നതെങ്കിൽ അവർക്ക് സൗകര്യാർത്ഥം ബഹ്റൈനിൽ നിന്നും ട്രെയിലർ വഴി ഗുവൈഫാത്തിലൂടെ ക്രോസ് ചെയ്ത് വീണ്ടും ഇങ്ങനെ ഖത്തം ഷക്ല ബോർഡർ വഴി ഒമാനിലേക്ക് കയറിയിട്ട് മസ്കത്ത് വഴി സലാല ബോർഡർ വഴി പോകാം. ഇവിടെ ജസ്റ്റ് യു എ ഒരു റൂട്ടായിട്ട് ഒരു വഴി കയറി ഇറങ്ങി, അത്രേ ഉള്ളൂ. അത്തരം കേസിനാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ എക്സാമ്പിൾ, ജബൽ അലി പോർട്ടിൽ നിന്ന് ബ്രിട്ടനിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ് വന്നു, അത് നേരെ
പോകുന്നു പുറത്ത് ഖത്തറിലേക്ക്. അത്തരം കേസാണ് ട്രാൻസിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇത്തരം കേസിൽ നമുക്ക് ഡയറക്റ്റ് ബയാൻ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ വേറെ ഫോർമാറ്റിലാണ്. ഇത് വളരെ ബ്രീഫായിട്ട് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ക്ലിപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി മറ്റൊരെണ്ണമാണ് ഇദ്ഖാൽ മുഅഖത്ത് അഥവാ ടെമ്പററി എൻട്രി. ടെമ്പററി എൻട്രി ഏതാനും ചില ദിവസങ്ങൾക്ക് മാത്രം UAE-യിലേക്ക് വരുന്ന ഷിപ്മെൻ്റാണ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സിബിഷൻ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീനറി പാർട്ട് ഇവിടെ സർവീസിന് വേണ്ടിയാവാം, അതല്ലെങ്കിൽ കുറച്ച് കാലത്തിന് ഇവിടെ ഓഫ് ഷോർ ഡ്രില്ലിങ്ങിനോ സീ ലെവലിൽ ഡ്രില്ലിങ്ങിനോ യൂസ് ചെയ്യുന്ന പെനട്രേറ്റിംഗ് ഡിവൈസുകൾ റെൻറ്റിന് എടുത്തതാവാം. അത്തരം കേസിൽ അത് ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ അതേപടി വന്നിടത്തേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ തൽക്കാലം ഇവിടെ ഷിപ്മെൻറ്റിന് വേണ്ടി വെച്ച ഡെപ്പോസിറ്റ് മറ്റ് റീഫണ്ട് ചെയ്യാനൊക്കെ ഇദ്ഖാൽ മുഅഖത്ത് അല്ലെങ്കിൽ ടെമ്പററി എൻട്രി എന്ന് പറയുന്ന സെപ്പറേറ്റ് കാറ്റഗറി ബയാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം ഇമ്പോർട്ട് ബയാനുണ്ട്, എക്സ്പോർട്ട് ബയാനുണ്ട്, റീ എക്സ്പോർട്ട് ഉണ്ട്, ട്രാൻസിറ്റ് ഉണ്ട്, ടെമ്പററി എൻട്രി ഉണ്ട്. ഇനി നമുക്ക് കസ്റ്റംസിൽ ഒരു ബയാൻ പ്രിപ്പയർ ചെയ്യുന്ന ഭാഗത്ത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ബയാൻ പ്രിപ്പറേഷനെ കുറിച്ച് വിശദമായി പറയുന്നില്ല. പക്ഷേ ട്രാൻസാക്ഷനിൽ തേർഡ് ഓപ്ഷൻസ് ബയാൻ മുഖ്തസർ ഷോർട്ട് കസ്റ്റംസ് ബില്ലിലൂടെയാണ് നമ്മൾ ഈസി ആയിട്ട് ബയാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്യുന്നതിന് ബിൽ ടൈപ്പ് നൗൽ ബയാനാണ്. ഇവിടെയാണ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹിയർ ഇസ് ട്രാൻസിറ്റ്, എക്സ്പോർട്ട്, റീ എക്സ്പോർട്ട്, ട്രാൻസിറ്റ് ഇൻ, ട്രാൻസിറ്റ് ഔട്ട്, ടെമ്പററി എൻട്രി. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോന്നിൻ്റെ അറബി മനസ്സിലാക്കുക. ഇസ്തിറാദ് എൻട്രിയിൽ യൂസ് ചെയ്യുന്നതാണ്, തസ്ദീർ ആൻഡ് ഇആദ തസ്ദീർ എക്സിറ്റിൽ യൂസ് ചെയ്യുന്നതാണ്, ട്രാൻസിറ്റ് ഇൻ ദുഖൂല്, ട്രാൻസിറ്റ് ഔട്ട് ഖുറൂജിൽ, ഇദ്ഖാൽ മുഅഖത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പററി എൻട്രി. ഇത്രയും 6 ടൈപ്പ് ബയാൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. തിയറി പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണിത്. അതായത് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന സില ബയാൻസ് ഈ 6 ഒരു കാറ്റഗറിയിൽ പെട്ടതായിരിക്കും. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ്. വെദർ എ ട്രക്ക് ക്യാൻ ഹാവ് മോർ ദാൻ 1 മാനിഫെസ്റ്റ്. ഒരു ട്രക്കിന് ഒന്നിലധികം മാനിഫെസ്റ്റ് ഉണ്ടാവുമോ? ക്വസ്റ്റ്യൻ യെസ്, ഉണ്ടാവും. കാരണം എന്താണ്? ആ ട്രക്കിൽ തന്നെ ഷിപ്മെൻറ്റ് പല കൺട്രീസിൻ്റെ ഉണ്ടാവും. UAE-ൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് UAE പ്രോഡക്റ്റ് എല്ലാം ഉണ്ടാവുക തസ്ദീറിലാണ്. ഓക്കെ, കറക്റ്റ്. ബാക്കിയുള്ള എല്ലാ കൺട്രീൻ്റെയും ചൈന ആൻഡ് ഓൾ അതർ കൺട്രീസിൻ്റെ റീ എക്സ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ യൂഷ്വലി ചില ഡ്രൈവേഴ്സിന് ഒന്നിലധികം ബയാനുണ്ടാവും. ഞാനിനി നമ്മളടിച്ച ഇൻവോയ്സിന് ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ബ്ലൂ സ്കൈ ഓപ്പൺ ചെയ്തു, വെറുതെ ഒരു പേജ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. തേർഡ് പേജ് എടുത്തു. ഇവിടെ ഏതാ 430 കാണുന്നുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. 430. ഓക്കെ, കറക്റ്റ്. ഇവിടെ 2 ഇൻവോയ്സ് ഉണ്ട്, ശ്രദ്ധിച്ചു നിങ്ങൾ. അതുപോലെ തന്നെ 2 മാനിഫെസ്റ്റ് ഉണ്ട്. ഇതിൽ നിന്നൊരു മനസ്സിലാക്കാം നമുക്ക്. ഒരു ബയാന് എക്സ്പോർട്ടിനും മറ്റേ ബയാന് റീ എക്സ്പോർട്ടിനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് വാച്ച് ചെയ്യാം. 15907 ഇത് ചൂസ് ചെയ്യുന്നു. ഞാനിത് കസ്റ്റംസ് ബയാനിൽ പോകുന്നു, കസ്റ്റംസ് സൈറ്റിൽ പോയിരുന്നു. ട്രാൻസാക്ഷനിൽ ഇവിടെ ബിൽ നമ്പർ അടിക്കുന്നു, സെർച്ചിലിടുന്നു. ഉടനെ കാണാം ഇത് റീ എക്സ്പോർട്ടാണ്. റീ എക്സ്പോർട്ട് മീൻസ് ഈ ഒരു ഇൻവോയ്സിൽ സൂചിപ്പിച്ച KWT 146 UAE പ്രൊഡക്റ്റ് ഓൺലിയാണ് ഉണ്ടാവുക. നോക്കാം നമുക്ക്. KWT 1466 ഇൻവോയ്സ് നമ്പർ ഷോ എടുക്കുന്നു. കഴിഞ്ഞ ക്ലിപ്പിൽ കാണിച്ച പോലെ ഞാൻ അതിൻ്റെ ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ഡൗൺലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ പോസ് ചെയ്തതിൻ്റെ ശേഷം അറ്റാച്ച് ഓപ്പൺ ആക്കി വീഡിയോ പോസ് ചെയ്തതിൻ്റെ ശേഷം ലോഡിങ് കഴിഞ്ഞിട്ട് റെസ്യൂം ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് റീ എക്സ്പോർട്ട് ബയാൻ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഇൻവോയ്സിൽ എല്ലാ കൺട്രീസും ഉണ്ടാവും. കറക്റ്റ്. KWT 1466 ഷിപ്മെൻറ്റ് ഡോക്യുമെൻ്റ് നോക്കൂ. ബംഗ്ലാദേശ്, അൽസ്വീൻ, ചൈന, പാകിസ്ഥാൻ, തായ്ലാൻഡ് തുടങ്ങിയ കൺട്രീസ് എല്ലാം ഉണ്ട്. ഓക്കെ, തിരിച്ച് ഞാൻ ബ്ലൂ സ്കൈയിൽ വന്നു. രണ്ടാമത്തെ മാനിഫെസ്റ്റ് നമ്പർ നോട്ട് ചെയ്തു. കസ്റ്റംസ് സൈറ്റിൽ വന്നു. നോട്ട് ദിസ് വൺ. ഇവിടെ വന്നു. ഇവിടെ എക്സിറ്റ് ആയിട്ട് ഇവിടെ ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്ത നമ്പർ കൊടുത്തു, സെർച്ചിലിട്ടു. ഓക്കെ, ഇത് എക്സ്പോർട്ട് ബയാണ്. അതിൻ്റെ ഇൻവോയ്സ് നമ്പർ ഇവിടെ കാണാം, ഷിപ്മെൻറ്റ് ഇൻവോയ്സ് നമ്പർ ഇവിടെ കാണാം. നേരത്തെ ഓപ്പൺ ആക്കിയ പോലെ ഇതിൻ്റെ ഇൻവോയ്സ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് പ്രകാരം ഇത് UAE-ൻ്റെ മാത്രം പ്രോഡക്റ്റ് ആയിരിക്കും. പ്രിവ്യൂ എടുത്തു, ഡൗൺലോഡ് അടിച്ചു. ഇതാണ് ഇൻവോയ്സ് നമ്പർ. ഇൻവോയ്സ് നമ്പർ ഒരു A സഫിക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അൽ ഇമാറാത്തുൽ അറബിയ്യത്തുൽ മുത്തഹിദ.
അതായത് എമിറേറ്റ്സിൻ്റെ മാത്രം മെയ്ഡ് ഇൻ ആണെങ്കിൽ അത് എപ്പോഴും എക്സ്പോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ തസ്ദീർ എന്ന് പറയുന്ന സെപ്പറേറ്റ് ബയാനിലായിരിക്കും. അതുകൊണ്ടാണ് ഇതേ ഡ്രൈവർക്ക് 2 ഇൻവോയ്സ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു, അതിന് സെപ്പറേറ്റ് 2 മാനിഫെസ്റ്റോ നമ്മൾ പ്രിപ്പയർ ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ വാല്യൂ അടിച്ച സമയത്ത് 370 വന്നു. അതായത് 270 ഫസ്റ്റത്തേനും 270 രണ്ടാമത്തതിന് 100ഉം അങ്ങനെയാണ് 370 വന്നത്. നോക്കൂ, ഇത് 100ഉം അടുത്ത് നേരത്തെ പറഞ്ഞ ഷിപ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ഇവിടെ 270 ആയിരിക്കും ഉണ്ടാവുക. ഇത്രയാണ് ഈ ക്ലിപ്പിൽ പറയാനുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. കാരണം ബയാൻ്റെ ബേസിക് ടൈപ്സ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയാൻ അടിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.